അപ്പോൾ സാർ എൻ്റെ അടുത്ത് ഈ എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് പിന്നെ കേരളത്തിൽ എല്ലായിടത്തും ചതുപ്പുകളുള്ളിടത്തെല്ലാം മുതലുകളുണ്ടായിരുന്നു, അവിടെ എല്ലാം പോയിട്ട് ഈ മിത്തുകൾ ശേഖരിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പം സാർ പറഞ്ഞിട്ടുള്ളൊരു വലിയൊരു സംഗതി വെച്ചാൽ, എൻ്റെ കുട്ടിക്കാലത്ത് ആലപ്പുഴയിൽ പിന്നെ മരത്തിൽ കയറുന്ന മുതലുകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു, ഞാൻ അതിന് തപ്പി ഒരുപാട് കാലം ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് നിന്ന് ഒരു ദിവസം ഞാൻ കണ്ടെന്ന് വെച്ചാൽ മരത്തിൽ കയറുകയല്ല ചെയ്യുന്നത്. അവിടുത്തെ ഈ കുട്ടനാട്ടിലുള്ള മരമൊക്കെ നിങ്ങളുടെ അപ്പർ കുട്ടനാട്ടിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല, മരം ഇങ്ങനെ ചരിഞ്ഞിങ്ങനെ കായലിലേക്ക് വളരുമല്ലോ. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഈ തെങ്ങിലേക്ക് ഇവനൊരു 45 ഡിഗ്രി 50 ഡിഗ്രി ആംഗിളിൽ ഇത് കയറി ഇങ്ങനെ കിടക്കാം. അപ്പോൾ അതിനാണ് കുട്ടനാട്ടുകാർ പറയുന്നത് ഈ മുതലകൾ ഇതിൻ്റെ അകത്ത് കയറുക എന്ന് പറയുന്നത്. അപ്പം പുള്ളി പറഞ്ഞു, ഈ മിത്തിനെ ഞാനൊരു ഡീമിസ്റ്റിഫൈ ചെയ്ത അത് ഒരിക്കലും പിന്നെ ഒരു ഫിക്ഷൻ റൈറ്റർ ഉണ്ടാക്കരുത്, നിങ്ങൾക്കത് കയറ്റാം, ആ സാധനത്തിന് മുകളിൽ കയറ്റിയാൽ മാത്രമേ അത് ഫിക്ഷനാക്കാൻ പറ്റത്തുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ 1 മണിക്കൂർ ഒരാൾ എന്തോ അത്യാവശ്യത്തിനായിട്ട് ഇറങ്ങിയ ഒരാൾ, അയാൾ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ കണ്ട മുതലകളുടെ എല്ലാം വേറെ ഒരിടത്തോ ഒരു സ്ഥലത്തോ പുള്ളി ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അത് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വേറെ ഒരു വൈബ് പൊതുവായി സ്വീകരിക്കുന്നൊരു മനുഷ്യന് എന്താണ് ഈ ഇപ്പം ഞാൻ പറയാം, ഇപ്പം ഇസ്താംബുൾ എന്ന് പറഞ്ഞ കഥയ്ക്കകത്ത്, ഹരീഷിൻ്റെ കഥയ്ക്കകത്ത് എനിക്ക് ഏറ്റവും വലിയ സാധനം ഒരു 2 ശത്രുക്കൾ ചേർന്നിരുന്നിട്ട് ഒരു കുടി തുടങ്ങിയിട്ട് ഒരു 3 ദിവസം ഇരുന്ന് കുടിച്ചു എന്ന് പറഞ്ഞ ഒറ്റ വാചകമാണ് അതിൻ്റെ അകത്ത് ഒരു ഫിക്ഷൻ എന്ന് പറയുന്നൊരു സാധനം. ഒരു 3 ദിവസം കുടിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി, അതിശത്രുക്കളായ 2 പേരാണ് ചുറ്റുവട്ടത്ത് കാത്തു നിൽക്കുകയാണ് ആ കുടുംബങ്ങളല്ല. അപ്പോൾ അതിന് നമ്മൾ എത്രമാത്രം ഫിക്ഷനൈസ് ചെയ്യുക, അത് എത്ര കണ്ട് റിസീവ് ചെയ്യുക എന്നൊക്കെ പറയുന്ന ചില പോയിൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ അകത്താണ് നമ്മളിങ്ങനെ അലഞ്ഞു തിരിയുന്നത്. അതും തിരക്കഥയുമായിട്ട് ഒരു ബന്ധവും ഇല്ല.